ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നീലനും ഇന്ദുവും കൂടി സംസാരിച്ച് അവസാനം ഡെക്കിനെ ഒഴിവാക്കിയിട്ട് രണ്ടുപേരും ബസ്സിലേക്ക് കയറുകയാണ്. ഡെക്കാണെങ്കിൽ പിന്നാലെ നടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നെയും കൂട്ടടാ എന്നൊക്കെ. എന്നിട്ട് അവസാനം ബസ് പോയപ്പോൾ അവർ രണ്ടുപേരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഡെക്ക് അവിടെ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വരാമെന്ന് പറഞ്ഞതാണ്, പിന്നീട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞു, പിന്നെ എന്നോട് തന്നെ വന്നിട്ട് വരാൻ പറഞ്ഞു. ഇപ്പം അവസാനം ഇന്ദു വന്നപ്പോൾ എന്നെ ഇവിടെ തള്ളി വിട്ടിട്ട് പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരെ പുലർന്നപ്പോൾ തന്നെ രണ്ടുപേരും ഏർക്കാടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് ഒരു വണ്ടിയിൽ, അതായത് അവർക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഒരു കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കാറ്റ് നന്നായിട്ട് വരുന്നത് കാരണം രണ്ടുപേരുടെയും ചെവിയൊക്കെ അടയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ദുവിനെന്തോ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അവൾ നീലനോട് പറയാണ്, കുറച്ച് പയ്യെ പോകാൻ വേണ്ടി പറയുമോ, എനിക്കെന്തോ ഒരു വല്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ നീലനാണെങ്കിൽ അയാളോട് പറയാണ്, കുറച്ച് പയ്യെ വണ്ടി എടുക്കുമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പയ്യെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ, അതായത് ഒരു ചുരം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ആ ചുരം പോലുള്ള സ്ഥലത്തിൽ കൂടെ പയ്യെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് മറ്റോ വരുന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങ അയാൾ തന്നെ കൊടുക്കുവാണ് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ലെമൺ സ്മെല്ല് ചെയ്തിട്ടൊന്നും ഇന്ദുവിൻ്റെ ഛർദ്ദിക്കാൻ വരുന്ന ആ ഒരു ടെൻഡൻസി പോകുന്നുണ്ടായിരുന്നില്ല. അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് ആയിട്ടുണ്ടായിരുന്നത്. ചിലർക്ക് അങ്ങനെയാണല്ലോ, ഈ ചുരം പോലുള്ള സ്ഥലങ്ങളൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വൊമിറ്റിംഗ് ഫീൽ വരും. അപ്പോൾ നീലം പറയുന്നുണ്ട്, ഇന്ദു തനിക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്നോ, എന്നാൽ കുറച്ചൊരു സമാധാനം കിട്ടും. അത് കേട്ടപ്പോൾ ഇന്ദു വേഗം നീലൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ആയിട്ടും ഇന്ദുവിന് വൊമിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫീല് മാറുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൾ വൊമിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലെത്തിയപ്പോൾ നീലം വണ്ടി നിർത്താൻ പറയാണ്. വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഇന്ദു അവിടെ വേഗം തന്നെ പുറത്തിറങ്ങിയിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. നീലനെ അവൾക്കൊപ്പം പോയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാണ്, അവളുടെ പുറമൊക്കെ തടവി കൊടുത്തുകൊണ്ട്. അപ്പോൾ അവസാനം ഇന്ദു പറയുന്നുണ്ട്, ഇതേപോലെ തന്നെ പോയതാണെങ്കിൽ ഞാൻ വണ്ടിയിൽ തന്നെ വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഇന്ദു താനിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീലം വേഗം വണ്ടിയിൽ പത്ത് പോയിട്ട് വെള്ളം എടുത്തിട്ട് കൊണ്ടു കൊടുക്കുവാണ്. അപ്പോൾ ഇന്ദു വേഗം അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഏട്ടാ നമുക്ക് പോവാം. നീലേട്ടാ, നമുക്ക് ഒരു 5 നിമിഷം ഇവിടെ നിന്നതിന് ശേഷം പോയാൽ പോരെ. അതേപോലെ തന്നെ നീലൻ അയാളോട് പറയണ്ട, ഒരു 5 മിനിറ്റ് ഞങ്ങളിപ്പോൾ വരാം. ശരി ഏട്ടാ. അയാൾ അവിടെ നിന്ന് മാറിയപ്പോൾ നീലൻ ഇന്ദുവിനോട് പറയുന്നുണ്ട്, ഡ്രൈവർ വല്ലാതെ ധൃതി പിടിക്കുന്നുണ്ടല്ലേ. ധൃതി പിടിക്കുന്നത് പോരാ നീലേട്ടാ, അയാൾ എന്താ പറയുക, വളരെ അധികം ഫാസ്റ്റായിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതെനിക്ക് തീരെ പറ്റുന്നില്ല. ശരി, താനിവിടെ ഇരിക്ക്, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദുവിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നീലൻ അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഇന്ദു താഴേക്ക് നോക്കുന്ന സമയത്ത് അതൊരു വലിയ ചുരമാണ്. താഴത്തു നിന്ന് ഇങ്ങനെ വണ്ടി വരുന്നത് കാണായിരുന്നു. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അത്. അപ്പോഴേക്കും നീലൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ പുളിമുട്ടായിയാണ് ഉണ്ടായിരുന്നത്. അത് ഇന്ദുവിന് കൊടുത്തോണ്ട് അവൻ പറയാണ്, ഇതാ പുളിമുട്ടായി വാങ്ങിച്ചു വന്നിട്ടുണ്ട്, ഇത് വായിലിട്ട് ഛർദ്ദിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. ഇവിടെ പോകുന്ന വഴിക്ക് എവിടെയും മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല, വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം, താഴെ എവിടെയെങ്കിലും കാണും. ഇത് താൻ വായിലിട്ടാൽ മതി, അപ്പോൾ വൊമിറ്റ് വരില്ല. നീലേട്ട, എനിക്ക് സാധാരണയായിട്ട് അങ്ങനെ വൊമിറ്റിങ് വരുന്നതല്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് വല്ലാതെ വൊമിറ്റ് ചെയ്യാനുള്ള തോന്നൽ വരികയാണ്. അത് സാരമില്ല, താനീ പുളിമുട്ടായി വായിലിട്ടിട്ട് വായിൽ തന്നെ അമർത്തി പിടിച്ചാൽ മതി. നീലം പറഞ്ഞതുപോലെ ഇന്ദു പുളിമുട്ടായി എടുത്ത് വായിലിടുകയാണ്. ഇപ്പോൾ തനിക്ക് കുറച്ച് ബെറ്ററായ പോലെ തോന്നുന്നുണ്ടോ, നമുക്കിനി പോയാലോ? ശരി എന്ന് പറഞ്ഞിട്ട് നീലനൊപ്പം അവളും വണ്ടിയിലേക്ക് കയറുവാണ്. ഇത്തവണ വണ്ടി കയറിയ സമയത്ത് നീലൻ അവളെ സേഫായിട്ട് ഇരുത്തിയതിന് ശേഷം അവനും വന്ന് മറുതലയ്ക്കൽ ഇരിക്കുകയാണ്. പക്ഷെ നീലൻ പറയാതെ തന്നെ അവൻ്റെ ഷോൾഡറിൽ ചാഞ്ഞ് കിടക്കുവാണ് ഇന്ദു. ശേഷം ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയാണ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ഇന്ദു? കുഴപ്പമില്ല, ബെറ്ററാണ്. ഛർദ്ദിച്ചപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. അതിനുശേഷം നീലൻ ഓരോരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇന്ദുവിന് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അവളും ഒരു കുഞ്ഞിനെ പോലെ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പൈൻ മരങ്ങൾക്കിടയിൽ കൂടെയൊക്കെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത്. നീലം വായ പൂട്ടാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനം ഇന്ദു തന്നെ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്താ, എനിക്ക് വൊമിറ്റിങ് വരരുതെന്ന് കരുതിയിട്ടാണോ നീലേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? അതെ ഇന്ദു, നീ വൊമിറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ തന്നെ വൊമിറ്റിങ് വരില്ല. അവൻ്റെ സംസാരം കേട്ടുകൊണ്ട് ഇന്ദു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നേരം വെളുത്തപ്പോൾ ഡെക്ക് ഇരുന്ന് കരയാണ്. അയാൾക്ക് ചുറ്റുമാണ് എല്ലാവരും ഉള്ളത്. വാസന്തിയൊക്കെ മുഖം വീർപ്പിച്ച ദേഷ്യത്തിലാണുള്ളത്. ഒന്നാമത് നീലനൊപ്പം ഇന്ദു പോയതിൻ്റെ ദേഷ്യത്തിലാണ് രാധികയും വാസന്തിയും ഉള്ളത്. ഡെക്കാണെങ്കിൽ അയാളെ കൂട്ടാതെ പോയത് കാരണം തലയിൽ കൈയും വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രുക്മിണിക്കും രാജശ്വരിക്കൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം അവരാണല്ലോ ഇന്ദുവിനെ തള്ളി പറഞ്ഞു വിട്ടത്. അതുമാത്രമല്ല, ഡെക്ക് കരയുന്ന കേട്ടപ്പോൾ വാസന്തി ദേഷ്യത്തോടെ പറയാണ്, ഇപ്പോൾ വന്നിരുന്ന് മോങ്ങുന്നത് നോക്ക്, നിന്നെയൊക്കെ ഉണ്ടല്ലോ. രാധികയും നല്ല ദേഷ്യത്തോടെയാണ് ഡെക്കിനെ നോക്കുന്നത്. പക്ഷെ അപ്പോഴും ഡെക്ക് അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിലെ സംസാരം നിർത്തുന്നില്ല. ചേച്ചിയുടെ ഈ ഒരു ആരോഗ്യത്തിന് എനിക്കിട്ടൊന്ന് തന്നു എന്ന് വെക്ക്,
ഞാൻ ഈ ഭൂമിയുടെ അടിയിലേക്ക് പോയി പാതാളത്തിൽ എത്തിയിട്ടുണ്ടാവും. മിണ്ടരുത്, നീ മിണ്ടരുത്. വാസന്തിക്ക് ദേഷ്യം അടങ്ങുന്നില്ല. ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് വരെ നീയും നീലനും അല്ലായിരുന്നോ പോവാൻ തീരുമാനിച്ചത്? അതേ മാമി. രാധികയും സങ്കടത്തോടെ ആവർത്തിക്കുകയാണ്. പിന്നെ എങ്ങനെയാടാ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നിനക്ക് പകരം നീലനൊപ്പം ഇന്ദു പോയത്? അത് എവിടെ നിന്ന് വന്ന പ്ലാനാണെന്ന് ഡെക്കിന് നന്നായിട്ട് അറിയാം. കാരണം രുക്മിണി പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് നീലൻ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാസന്തി ആണെങ്കിൽ ഡെക്കിനെയാണ് ദേഷ്യത്തോടെ പറയുന്നത്, എൻ്റെ മകനൊരു നിഷ്കളങ്കനാടാ. എൻ്റെ മകൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള അറിവൊന്നുമില്ല. അവൻ ഇതൊക്കെ നീയായിരിക്കും ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതെ അതെ, നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്. ഡെക്ക് പിറുവിറുക്കുകയാണ്. അല്ല, എന്തിനാണ് ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുന്നു കരുതിയിട്ട് ജോലിയുടെ ആവശ്യത്തിനാണ്. അതുകൊണ്ട് നീയും അവനും പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് നീയും അവനും ചേർന്ന് നടത്തിയ നാടകമല്ലേടാ ഇത്? നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അവിടെ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരാമെന്നുള്ളൊരു കള്ളക്കഥ കേട്ടപ്പോഴേ തോന്നി അങ്ങനെ ഒരു സംഭവമേ നടന്നു കാണില്ല എന്ന്. ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന് പറഞ്ഞപ്പോഴേ സംശയിക്കേണ്ടതായിരുന്നു. അതിൻ്റെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ദുവും കൂടി ഞങ്ങളെ പറ്റിക്കാൻ. നിങ്ങൾ 3 പേരും ചേർന്ന് പ്ലാൻ നടത്തിയിട്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവസാനം അവനും അവളും കൂടെ പോയി. എന്തൊരു അഹങ്കാരം അവക്കെന്ന് ചിന്തിച്ചു നോക്ക്. എന്നെ കണ്ടാൽ തന്നെ എൻ്റെ മകനൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ അവൻ ഒരു ഭയവും തോന്നുന്നില്ല. ഇതൊക്കെ നീ കൊടുത്ത ധൈര്യമായിരിക്കും അല്ലേ? ഇന്ദുവിനാണെങ്കിലും ഇപ്പോൾ എന്നെ കാണുമ്പോൾ യാതൊരു പേടിയുമില്ല. ഒക്കത്തിനും ഡെക്കിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാസന്തി. അപ്പോൾ ഇന്ദുവിനിപ്പോൾ ഭയവും ബഹുമാനമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുന്നത് കേട്ടപ്പോൾ രുക്മിണിക്കും കുടുംബത്തിനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, പിന്നെ എനിക്ക് കിട്ടിയ നല്ലൊരു അവസരം ഇന്ദുവിന് വിട്ടുകൊടുക്കാൻ മാത്രം മണ്ടനല്ലേ ഞാൻ? അതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന എന്നോടാണ് വന്നിട്ട് ഇന്ദുവിനെ ഞാനാ പറഞ്ഞയച്ചത് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേഷ്യത്തോടെ ഡെക്ക് പറയുന്നുണ്ട്, ചേച്ചി ഇതിനും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പം എൻ്റെ തലയിലിടുന്നത് ഒരു ശീലാക്കിയിട്ടുണ്ട്. അപ്പോൾ രാധികയും പറയാണ്, നിങ്ങളുടെ പ്രവൃത്തി അതാണല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങളെ പറയുന്നത്. എൻ്റെ വീട്ടിലെ പെണ്ണ് രാധികയാണെന്ന് കരുതി എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾക്ക് ഇന്ദുവിനെ കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. എൻ്റെ നീലേട്ടൻ്റെ കൂടെ അവളെ പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുന്നു. രാധിക ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തിയതും രുക്മിണി ദേഷ്യത്തോടെ പറയാണ്, ഏയ്. അത് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? എന്നിട്ട് വാസന്തിയെ നോക്കിക്കൊണ്ട് രാധികയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ സംസാരിക്കുമ്പോൾ അത് ഇന്ദുവിൻ്റെ അമ്മായിയമ്മയല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാം. നീ ആരാ ഇപ്പം ഇടയ്ക്കിടന്ന് സംസാരിക്കാൻ? എന്ത്? ഞാൻ ആരാണെന്നോ? ഞാൻ ഈ കുടുംബത്തിലെ ഒരുത്തി. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനും ആവശ്യമില്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? രാധിക രുക്മിണിയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഞാൻ വരും, സംസാരിക്കുകയും ചെയ്യും. കാരണം ഇതെൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സംഭവമാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും അനങ്ങാതെ നിൽക്കുകയാണ്. കാരണം അമ്മക്ക് ദേഷ്യം വന്നു എന്നുള്ളത് അവർക്കെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ വാസന്തി ചോദിക്കുന്നുണ്ട്, എന്ത്? നീ വരുന്നോ? സംസാരിക്കുന്നോ? എന്തിന്? അപ്പോൾ രുക്മിണി തിരിച്ചു പറയാണ്, നിങ്ങൾ റോഡിൽ കൂടെ പോകുന്ന ആരെക്കുറിച്ചെങ്കിലാണ് പറയുന്നതെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഇന്ദുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വന്നിട്ട് ഇതുപോലെ തിരിച്ചു മറുപടി പറയും. അതിനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. ഇത് ഇന്ദുവിൻ്റെയും എൻ്റെയും വീടാണ്. ഇന്ദു എൻ്റെ മകളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇന്ദുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അക്കാര്യത്തിൽ ഇടപെടാതിരിക്കും? അപ്പോഴേക്കും ഡെക്കിനും ആകെ കൂടെ ഒരു ആവേശമായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട്. അപ്പോൾ രാജേശ്വരിയും അതുപോലെ ബാക്കിയുള്ള അർജുനും എല്ലാവരും രുക്മിണിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. പറഞ്ഞോ എന്നുള്ളൊരർത്ഥത്തിൽ. രുക്മിണിയും നല്ല വാശി തന്നെയാണ് ഉണ്ടായിരുന്നത്. അല്ല, ഞാൻ അറിയാൻ വയ്യായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം കഴിഞ്ഞതുപോലെ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിന്നുകൊണ്ട് കുതിച്ചു ചാടുവാണല്ലോ. നീലൻ ആരെയും കൂട്ടിക്കൊണ്ടാണ് പോയിട്ടുള്ളത്? അവൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യയും കൂട്ടിയിട്ടല്ലേ അവൻ പോയിട്ടുള്ളത്. രുക്മിണി ആവേശത്തോടെ സംസാരിച്ചപ്പോൾ ഡെക്ക് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചവർ ചോദിക്കുകയാണ്, അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ ചോദ്യം വാസന്തിയെ രാധികയും ദേഷ്യപ്പെടുത്തുന്നതായിരുന്നു. പൂർണിയും രുക്മിണിക്ക് തന്നെയാണ് സപ്പോർട്ട്. അപ്പോൾ രുക്മിണി കളിയാക്കിക്കൊണ്ട് പറയാണ്, ഭാര്യയെ കൂട്ടാതെ ഇതാ ഈ നിൽക്കുന്ന രാധികയും കൂട്ടിക്കൊണ്ടാണ് പോയിരുന്നതെങ്കിൽ അത് തെറ്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നിന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. ഞാൻ തന്നെ നിങ്ങൾക്കൊപ്പം നിന്നിട്ട് എല്ലാ കാര്യത്തിനും ഓരോ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമായിരുന്നു. അപ്പോഴേക്കും പൂർണി രുക്മിണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ശരിയാണ് അമ്മ പറഞ്ഞത്. എന്താടി അവൾ പറഞ്ഞതിൽ എന്താ ശരിയുള്ളത്? വാസന്തി തൻ്റെ മകളോട് ചോദിക്കുകയാണ്. പിന്നല്ലാതെ അവർ പറഞ്ഞതിൽ എന്താ അമ്മ തെറ്റുള്ളത്? രുക്മിണി അമ്മ പറഞ്ഞതുപോലെ ഏട്ടത്തിയെ അല്ലാതെ മറ്റാരെയെങ്കിലും കൂട്ടിക്കൊണ്ടാണ് പോയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാനും മുൻപിൽ നിന്നിട്ട് ചോദിക്കുകയായിരുന്നു, ചെയ്തത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട്.
അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസം കഴിഞ്ഞു. അമ്മ എന്താ ഇപ്പോൾ അവരെ ഹണിമൂണിന് അയച്ചതുപോലെ സംസാരിക്കുന്നത്? ഏട്ടത്തി നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം വീട്ടിലുണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ്, അവരുടെ ഓരോരോ അല്ലാത്ത പ്രശ്നങ്ങൾ, എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടും വിഷമമായിരുന്നു അമ്മ. ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ വേണമായിരുന്നു അവരെ മുൻപിൽ നിന്നിട്ട് പറഞ്ഞയക്കാൻ. അതൊന്നും സാരമില്ല, അമ്മ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ അവർ തന്നെ സഹിച്ച് അവർ തന്നെ ഇപ്പോൾ തനിച്ച് പോയിട്ടാണ് ഉള്ളത്. അതും പോരാതെ അമ്മയ്ക്കിപ്പോൾ അവർ പോയതാണോ പ്രശ്നം? എന്നിട്ടിപ്പോൾ അവർ രണ്ടുപേരും പോയതിന് ഇങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെ ഇത് ന്യായമായിട്ട് തോന്നുന്നുണ്ടോ അമ്മ? പൂർണ്ണി ചോദ്യം ചെയ്യുന്ന സമയത്ത് വാസന്തി മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പൂർണ്ണി തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ അമ്മ അത് നോക്കിക്കൊണ്ട് മിണ്ടാതെ നിൽക്കുമോ? ആ ചോദ്യത്തിൽ ഒരു ന്യായമുള്ളത് കാരണം അവർക്കൊന്നും മറുപടി പറയാനാവുന്നില്ല. രുക്മിണിക്കും അത് കേട്ടപ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതല്ല, അമ്മ തന്നെ പോയിട്ട് പറയോ എൻ്റെ മോളോട് ഇങ്ങനെ പെരുമാറിയാൽ മതിയെന്ന്? പൂർണ്ണി, നീ നിന്റെ വയസ്സിനനുസരിച്ച് സംസാരിക്കാൻ നോക്ക്. അമ്മ ഇതിലെന്താ അമ്മ വയസ്സുള്ളത്? അമ്മ ചെയ്യുന്നത് തെറ്റാണ്, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ ഡെക്ലേസിനോട് പറയാണ്, ഡെക്ലേസ് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ചെയ്യാത്ത തെറ്റ് താൻ ചെയ്തത് പോലെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോവാൻ നോക്ക്. അത് ശരിയാ പൂർണ്ണി, ഇത്രയും നേരം ആരും എനിക്ക് സപ്പോർട്ട് പറയാത്തത് കൊണ്ടാണ് ചെയ്യാത്ത തെറ്റൊക്കെ ഞാൻ ചെയ്തതുപോലെ ഞാൻ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ രാധിക ശബ്ദം താഴ്ത്തിയിട്ട് വാസന്തിയോട് പറയാണ്, അയ്യോ മാമി, ഈ പൂർണ്ണി നമ്മുടെ സൈഡിൽ നിന്നിട്ട് നമുക്ക് എതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതേടി, ആദ്യം എല്ലാവരെയും ഇവിടുന്ന് പറഞ്ഞു വിടണം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതായത് രുക്മിണിയും കുടുംബത്തെയൊക്കെ അവിടുന്ന് മാറ്റണം എന്നാണ് വാസന്തി ഉദ്ദേശിച്ചത്. അവസാനം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാസന്തി പറയുന്നുണ്ട് രുക്മിണിയോട്, നീ ഇപ്പോൾ ആവശ്യമില്ലാതെയാണ് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത്, ഇനി ഇത് ഞാൻ അനുവദിച്ചു തരില്ല, വാടി എന്നും പറഞ്ഞിട്ട് രാധികയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നാലെ പായസവും പോവുകയാണ്. അപ്പോൾ രാജേശ്വരി ആണെങ്കിൽ രുക്മിണിയോട് പറയുന്നുണ്ട്, ചേച്ചി, ആ അമ്മയില്ലേ, എന്ത് സംഭവിച്ചാലും തറയിൽ 4 കാല് കുത്തിയിട്ടേ വീഴുള്ളൂ. അത് കഴിഞ്ഞിട്ട് രക്കും പൂർണ്ണിയും ചിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണി സംശയത്തോടെ രുക്മിണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രുക്മിണി അമ്മ, ഏട്ടനും ഏട്ടത്തെയും കൂടി ആയിരുന്നില്ലല്ലോ പോവാൻ തീരുമാനിച്ചത്, അവസാനം ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയത്? അത് കേട്ടപ്പോൾ രുക്മിണി ഒന്ന് ചിരിക്കുകയാണ്. അപ്പോഴാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ രുക്മിണി ചിന്തിക്കുന്നത്. നീലനോട് താൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഹണിമൂണിന് പോവും. ഇനിയിപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിലും എപ്പോഴും ജോലി തന്നെ ചെയ്യില്ലല്ലോ. ആ സമയത്ത് ഭാര്യയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഹണിമൂൺ പോലെ ആഘോഷിച്ചൂടെ? അങ്ങനെയല്ലേ ഏത് ഭാര്യമാരും ആഗ്രഹിക്കുക, തൻ്റെ ഭർത്താവ് പുറത്തേക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. സാധാരണ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് പോകുന്നത് പോലെ പോലും നിങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവളെ വിളിക്കാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ വിഷമായിട്ടുണ്ടാവും. അപ്പോൾ താൻ പോകുന്നുണ്ടോ പോകുന്നില്ലയോ? അങ്ങനെയാണ് നീലൻ ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോയത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞപ്പോൾ പൂർണ്ണിയാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാണ്. സൂപ്പർ അമ്മ, അമ്മ പറഞ്ഞതുകൊണ്ട് ഏട്ടനാ കാര്യം മനസ്സിലായി. അപ്പോഴേക്കും വാസന്തി രാധികയും കൂടിയാണെങ്കിൽ പുറത്ത് ഗേറ്റിനടുത്ത് വന്ന് നിൽക്കുകയാണ്. രാധികയ്ക്ക് സങ്കടം പറഞ്ഞറിയിക്കാനാവുന്നില്ല. എന്താ മാമി ഇതൊക്കെ? നമ്മളൊന്ന് വിചാരിക്കുന്നു, പക്ഷെ വേറൊന്ന് നടക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ മകളെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ എവിടെ കേൾക്കാനാടി? ഞാൻ പറഞ്ഞാൽ അവൾക്ക് തോന്നിയ പോലെ സംസാരിക്കുള്ളൂ, അത് നിനക്കറിയാവുന്നതല്ലേ? അതേ മാമി, അത് ശരി തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾ കല്യാണം കഴിപ്പിക്കാനുള്ളൊരു വഴി നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ അവൾ തന്നെ ഛിന്ന ഭിന്നമാക്കും. ആ സമയത്താണ് ജയദേവൻ ആ റോഡിൽ കൂടെ നടക്കുന്നത്. അതും ആ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെയാണ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ദേവൻ അങ്ങോട്ടേക്ക് നോക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസന്തി ആണെങ്കിൽ രാധികയോട് പറയുന്നുണ്ട്, ആരാടി ഇവൻ? ഞാൻ 2-3 പ്രാവശ്യം ഇവനെ കാണുന്നു, നമ്മുടെ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണല്ലോ ഇവൻ പോകുന്നത്. അപ്പോഴാണ് രാധിക പറയുന്നത്, മാമി 2-3 പ്രാവശ്യമേ അവനെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞാൻ രാവിലെ മുതൽ അവനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ് മാമി. നീ പറയുന്നത് ശരിയാണോ? അതുപോലെ തന്നെ അപ്പോഴേക്കും ജയദേവൻ വീണ്ടും തിരിച്ച് അതുവഴി തന്നെ വന്നിട്ട് ആ വീട്ടിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ പോവുകയാണ്. വീണ്ടും കൃത്യം ജയദേവൻ ഒന്നുകൂടെ അതുവഴി പാസ് ചെയ്ത് വരുന്ന സമയത്ത് രാധിക ശബ്ദം താഴ്ത്തിയിട്ട് മാമിയോട് പറയുന്നുണ്ട്, മാമി നോക്ക്, അവനിതാ വീണ്ടും വരുന്നു. ആ സമയത്താണ് കൃത്യമായിട്ട് സൗപർണിക പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയത്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അവിടെ നിൽക്കുന്ന അവസ്ഥയിലായിപ്പോയി. ജയദേവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സൗപർണിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുന്നത് രാധികയും വാസന്തിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ സൗപർണിക കണ്ണ് മാറ്റുവാണ്, ഇവർ കൂടെ അവിടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ രാധികയാണെങ്കിൽ വാസന്തിയോട് പറയുന്നുണ്ട്, ഇതെന്താ മാമി, ഇവർ രണ്ടുപേരും പരസ്പരം അറിയാവുന്നവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ തരുത്തു നിൽക്കുന്നത്?
ഇതിലെന്തോ ഒരു കള്ളക്കളി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് മാമി. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതുവഴി നേരത്തെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറയുന്നതൊക്കെ സൗപർണികയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും പേടിയായിട്ടുണ്ട്. അപ്പോൾ വാസന്തിയാണെങ്കിൽ രാധികയോട് പറയാണ്, ഡീ മിണ്ടാതെ നിൽക്ക്, ഇവള് കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, ഇവളെ കാണാൻ വേണ്ടിയിട്ട് എന്തിനാ ഇവൻ വരുന്നത്? അതെന്താ കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ആരും ഒരാളെയും കാണാൻ പാടില്ലെന്നുണ്ടോ? അതും പോരാതെ അവളെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞവളെ പോലെയാണോ തോന്നുന്നത്? കഴുത്തിലൊരു താല് പോലും ഇടാതെ അടിച്ചു പൊളിച്ച് നടക്കുമല്ലേ? അല്ല, ഒരുത്തൻ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ കൂടെ വരാറില്ലേ? അവനല്ലേ ഇവളുടെ ഭർത്താവ് എന്ന് എല്ലാവരും പറയുന്നത്. ആ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കാണുമ്പോൾ ഭാര്യയും ഭർത്താവാണെന്നൊന്നും എനിക്ക് തോന്നാറില്ല. രാധിക പറയുന്നതൊക്കെ സൗപർണിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ഭയം വരുന്നുണ്ടായിരുന്നു. കാരണം ജയദേവന്റെ വരവും അവളുടെ ഭർത്താവിൻ്റെ കൂടെ പെരുമാറുന്ന രീതിയും ഒക്കെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അത് കണ്ടുപിടിച്ചിട്ട് വേണം ഇവരുടെ കുടുംബത്തിന് നമുക്കൊരു പണി കൊടുക്കാൻ എന്നാണ്. വാസന്തി രാധികയും പിറുപിറുത്ത് സംസാരിക്കുന്നതൊക്കെ തീർന്നപ്പോഴേക്കും സൗപർണിക കയറി അകത്തേക്ക് പോവാണ്. ജയദേവനും അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാധികയും വാസന്തി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. അവസാനം വാസന്തി തന്നെ രാധികയോട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടും അവൻ ഈ വീടും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നില്ലേ? ശരി, ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. അതും പറഞ്ഞിട്ട് അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ജയദേവന്റെ അടുത്ത് പോയിട്ട് ദേഷ്യത്തോട് സംസാരിക്കുകയാണ്. ആരാടാ നീ വീട്ടിന് മുന്നിൽ ഇങ്ങനെ വീട്ടിൻ്റെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ടും വീടും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇല്ല അമ്മ, എനിക്ക് അറിയാവുന്ന ഒരാളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ജയദേവൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അറിയാവുന്ന ആളാണെങ്കിൽ പോയി കണ്ടാൽ പോരെ, അതല്ലാതെ എന്തിനിങ്ങനെ വീട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷെ നിന്നെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അതല്ല, എനിക്ക് അഡ്രസ്സ് അറിയില്ല. ജയദേവൻ പറഞ്ഞപ്പോൾ അവരും ദേഷ്യത്തോട് പറയാണ്, അതെന്താ അഡ്രസ്സ് അറിയില്ലേ? നിന്റെ വായിലെന്താ കൊഴുക്കട്ടയാണോ? ആരോടെങ്കിലും ചോദിച്ചാൽ പോരെ. അതല്ല അമ്മ, എനിക്ക് നോക്ക്, ഞാനൊരു കാര്യം പറയാം. ഇവിടെ കുടുംബത്തോടെ താമസിക്കുന്ന ആൾക്കാരാണുള്ളത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെന്ന് വെക്ക്, ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വേണ്ടമ്മ, പോലീസിലൊന്നും പിടിച്ചു കൊടുക്കണ്ട, സോറി എന്നും പറഞ്ഞിട്ട് ജയദേവൻ വേഗം അവിടുന്ന് പോവാണ്. അവൻ പോയതിന് ശേഷവും രാധിക പറയുന്നുണ്ട്, മാമി എനിക്കെന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇവളെന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. കണ്ടുപിടിക്കാതെ എവിടെ പോവാനാ? നമുക്ക് നോക്കാം. വാസന്തിയും രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. രാധികയും വാസന്തിയും സൗപർണികയുടെ കള്ളത്തരം പൊളിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.